ഇന്നത്തെ നമ്മുടെ യാത്ര കാസർഗോഡ് ജില്ലയിലെ മാലോം ഫെസ്റ്റ്, തളിര് എന്നാണ് പേര്. മാലോം ഫെസ്റ്റ് കാണാൻ വേണ്ടി പോവാണ് അല്ലേ? കണ്ടോ, നല്ല പടക്കം പൊട്ടുന്നത് കാണുന്നുണ്ടോ? ഇല്ല, നമ്മളിപ്പം ഇപ്പൊ കണ്ടിങ്ങനെ ആകാശത്ത് അതിന്റെ പോയിട്ട് അവിടെ തളല് കാണാൻ പോയിട്ട് എനിക്ക് നല്ല സന്തോഷമായിരുന്നു. അത് കളിപ്പാട്ടം കാണുമ്പോൾ തന്നെ ഞാൻ അതും വേണം ഇതും വേണം പറഞ്ഞ് കണ്ടിട്ട് എല്ലാവരും ഞാൻ പോയിട്ട് വന്നത്. നിങ്ങൾക്ക് കാണുന്നതിനും കയറുന്നതിനും കണ്ട് ആസ്വദിക്കുന്നു. തളിര് 2024 മാലോം ഫെസ്റ്റിലേക്ക് ഉടൻ തന്നെ നഗരിക്കകത്തുള്ള സ്റ്റേജിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ് എത്തിക്കുക. 2023 തളിർ ഫെസ്റ്റ് കാണാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമുണ്ടായിരുന്നു കേട്ടോ. അന്നേരം പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പം എന്തായാലും സാഹചര്യം ഒത്തിണങ്ങി വന്നത് 2024 തളിർ ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഇതുപോലെ വലിയൊരു ഗാർഡനാണ് അവർ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. വിവിധ തരത്തിലും കളറിലും വലിപ്പത്തിലും രൂപത്തിലും ഒക്കെയുള്ള ഭംഗിയുള്ള പൂന്തോട്ടം. പറയാൻ പറ്റത്തില്ല, അത്രയും നല്ല രസമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് സെൽഫി എടുക്കാനാണേലും അതുപോലെ നമുക്ക് ഫോട്ടോസ് എടുക്കാനാണേലും ഒരുപാട് സ്പോട്ടും ഉണ്ടായിരുന്നു. പിന്നെ ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ ഒക്കെ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫ്ലവർ ഷോയൊക്കെ ഒന്ന് കണ്ടു വന്നാലോ? അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണേ. പൂക്കളും ചെടികളും ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത്രയും നേരം കണ്ട വിഷ്വൽസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഇനി കാണാനുള്ള ഒരു അതിശയമാണ് ഇവിടെയുള്ള കാർഷിക വിളകൾ. അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിലില്ല. ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് ഐറ്റംസ്, കുറേ കാർഷിക വിളകളുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാവേ. അതുപോലെ തന്നെ സ്ഥിരം കാഴ്ചകളാണ്. ഇതുപോലെ കച്ചവടക്കാരും ഒരുപാട് ഉണ്ടായിരുന്നു. ഫാൻസി, അതുപോലെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള ചട്ടിയും കാലവും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളൊന്നും വാങ്ങിയില്ല കേട്ടോ. നമ്മളിത് എൻജോയ് ചെയ്തു ശരിക്കും ആ ഒരു ദിവസം, ആ ഒരു 2 മണിക്കൂർ. എനിക്ക് തോന്നുന്നു ഇത് തെങ്ങും കവുങ്ങും ഒക്കെ കൂടി ഒരു വലിയ തോട്ടമാണ് ഇവരിങ്ങനെ ഒരു തളിർ ഫെസ്റ്റിനായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ തോന്നുന്നു. അതുപോലെ തെങ്ങുകളിലെല്ലാം ബൾബൊക്കെ ഇട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഗാനമേള നടക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ചേട്ടൻ ഇവിടെ നിന്ന് നല്ല ഡാൻസ് കളിക്കുന്നത് കണ്ടു. ഞാനതിൽ ഈ വീഡിയോയിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാ തളിർ ഫെസ്റ്റിൻ്റെ ഉദ്ഘാടന ദിവസമായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അന്ന് വൈകുന്നേരം ഓരോ വാർഡുകാരും എല്ലാവരും കൂടെ ചേർന്ന് വിളംബര ജാഥ ഉണ്ടായിരുന്നു. അതുപോലെ റോഡ് ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കത് കാണാൻ പറ്റിയില്ല. ആ സമയത്ത് ചില അസൗകര്യം വന്ന കാരണം ടൈമിന് എത്താൻ പറ്റിയില്ല. ഞങ്ങൾ എത്തുമ്പോഴത്തേനും തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എബിയും നോബിയും ആ ഒരു സ്ഥലം എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ അതുപോലെ ഓടി കളിച്ച് കണ്ട് മതിച്ചു കേട്ടോ. അത്ര ഇഷ്ടപ്പെട്ടു കുട്ടികൾക്ക്. പിന്നെ ഫാമിലി ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ചേച്ചിയും അനിയത്തിയും അനിയന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ കൂടുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ. ഞങ്ങൾ കുറേ നടന്ന് ഇങ്ങ് വന്നപ്പോഴേക്കും
ദേ ഈ കാണുന്ന ചെടികൾ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. എന്നോട് അവിടെയുള്ള ഒരാൾ പറഞ്ഞതാണ് വേണമെങ്കിൽ വാങ്ങിക്കുമെന്ന്. പറഞ്ഞു വന്നത് ഇതായിരുന്നു. നല്ല കോളിഫ്ലവറും അതുപോലെ ഗോബി മഞ്ചൂരി ഡ്രൈ ഉണ്ടായിരുന്നു, അതുപോലെ മുളക് ബജി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ പൊട്ടറ്റോ കൊണ്ട് ഇപ്പോൾ ഒരു പുതിയ സംഭവം ഉണ്ടല്ലോ, കുറച്ച് നാളായി വീഡിയോസിലൊക്കെ കാണുന്നു. അത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അത് ഇവിടുന്ന് വാങ്ങിച്ച് കഴിച്ചു. പിന്നെ വൈകുന്നേരം ഫുഡ് കഴിക്കാതെ മടി പിടിച്ചിരുന്ന എബിയും നോബിയും നല്ല ആസ്വദിച്ച് കഴിച്ചു. നല്ല നീറ്റായിരുന്നു കേട്ടോ കാര്യങ്ങൾ. പിന്നെ ടോയ്സ് ഒന്നും അത്ര നല്ലതായി തോന്നിയില്ല. അന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ടായിരിക്കും, പിറ്റത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്നറിയില്ല. പിന്നെ അതൊക്കെ വാങ്ങിച്ച് കഴിച്ച് എല്ലാവരും കുറേ നേരം സംസാരിച്ചു. പിന്നെ റൈഡ്സൊക്കെ ഉണ്ടായിരുന്നു. റൈഡ്സ് ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾ എത്തിയപ്പോഴത്തേനും തിരക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് അവരതൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗാനമേള നമ്മുടെ മെയിനാണ്, കാരണം എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ വന്നവർക്കും അതെ. അതുകൊണ്ട് പാട്ടും ഡാൻസും ഒക്കെ കണ്ട് ഒരു 10-15 മിനിറ്റ് അവിടെയും ചിലവഴിച്ചു. അങ്ങനെ മൊത്തത്തിലൊരു 2 മണിക്കൂറോളം നമ്മൾ തളിർ ഫെസ്റ്റ് എക്സ്പ്ലോർ ചെയ്തു. ഇത് ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ. വലിയ വീഡിയോ ആകും ഞാൻ എല്ലാം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് നമ്മുടെ കാർഷിക വിളകളൊക്കെ കാണിക്കുന്ന വീഡിയോ ഞാൻ നെക്സ്റ്റ് ടൈം അപ്ലോഡ് ചെയ്യാം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.